നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടത്തിയ പൂവനി 2026 ജണ്ടുമല്ലിപ്പൂവിന്റെ വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ പനയങ്കോട് വാർഡിൽ സാരഥി കുടുംബശ്രീയിലെ JLG ഖദർ ഗ്രൂപ്പിൽ വിജയകുമാരിയുടെ നേതൃത്വത്തിലാണ് പൂക്കൃഷി വിളയിച്ചത്. കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത വിജയ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ശ്രീരേഖ അധ്യക്ഷനായിരുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് സുധീഷ് കുമാർ, ക്ഷേമകാര്യ ചെയർമാൻ അഡ്വക്കേറ്റ് സനൽ ബോസ്, വാർഡ് മെമ്പർ G കിരൺകുമാർ, കൃഷി ഓഫീസർ അനില, കൃഷി അസിസ്റ്റന്റ് അഭിലാഷ് എന്നിവർ സംസാരിച്ചു. CDS അംഗം സനൂജ, ADS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പനയങ്കോട് വാർഡിൽ സാരഥി കുടുംബശ്രീയിലെ ഖദർ JLG ഗ്രൂപ്പാണ് ഈ ഒരു പൂപ്പാടത്തിൽ ഇത്തരത്തിലൊരു പൂക്കൃഷി നടത്തിയത്. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട പൂവനി പുഷ്പകൃഷിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു പുഷ്പകൃഷി ഇന്നിവിടെ വിളവെടുത്തത്. ഒരുപാട് സന്തോഷം. കാരണം പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ഇത്തരം പുഷ്പകൃഷി നടത്തുകയും വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പനയങ്കോട് വാർഡിൽ ഇത് 25 സെന്റോളം സ്ഥലത്താണ് ഈ ഒരു പുഷ്പകൃഷി നടത്തുന്നത്. വളരെയധികം സന്തോഷമാണ്. കാരണം സ്ത്രീകൾ അവരുടെ ഒരു അധ്വാനത്തിന്റെ വലിയ പങ്ക് ഇവിടെ നിർവഹിച്ചുകൊണ്ടാണ് ഈ ഒരു പുഷ്പകൃഷി വിളവെടുക്കാൻ സാധിച്ചത്. അവർ വളരെയധികം സന്തോഷത്തിലാണ്. അതിനോടൊപ്പം കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഞങ്ങളുടെ പദ്ധതികളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ ഞങ്ങൾക്കും വളരെയധികം സന്തോഷം. എല്ലാവിധ ആശംസകളും രേഖപ്പെടുത്തുകയാണ്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിനെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ വർഷം ഏകദേശം 2 ഹെക്ടറോളം സ്ഥലത്ത് പൂക്കൃഷി ആരംഭിച്ചത്. നിന്ന് സൗജന്യമായി തൈ കൊടുക്കുകയും നമ്മുടെ വനിതകൾക്കാണ് ഈ പ്രോജക്റ്റ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെ നട്ട് ആവശ്യമായ വളങ്ങൾ നൽകി വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്നു. ഇവിടെ പനയങ്കോട് വാർഡ് ഏകദേശം 25 സെന്റോളം ഇവിടെ പൂക്കൃഷി ചെയ്യുന്നു. അവർ വളരെ മനോഹരമായിട്ട് തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 20ഓളം ഗ്രൂപ്പുകൾ നല്ല രീതിയിൽ തന്നെ പൂക്കൃഷി ചെയ്തിരിക്കുന്നു.